PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലെ CPM CPI തർക്കത്തിന് പരിഹാരമായി. CPIയുടെ സമ്മർദ്ദം പരിഗണിച്ച് പദ്ധതി നടത്തിപ്പ് തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. PM ശ്രീയെക്കുറിച്ച് വിശദമായി പരിശോധിക്കും. ഇതിനുവേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ 7-അംഗ മന്ത്രിസഭാ സമിതിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തർക്കം പരിഹരിക്കാൻ CPM-ഉം CPI-യും ധാരണയായതോടെ മന്ത്രിസഭായോഗ ബഹിഷ്കരണം CPI മന്ത്രിമാർ ഉപേക്ഷിച്ച് ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ PM ശ്രീയോടുള്ള രാഷ്ട്രീയമായ എതിർപ്പ് മാത്രമായിരുന്നില്ല CPIയുടെ പ്രധാന പ്രശ്നം. CPIയുടെ 4 മന്ത്രിമാർ ഉള്ള മന്ത്രിസഭയിൽ അവരറിയാതെ കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിട്ടു എന്നതാണ്. അങ്ങനെ ചെയ്തതിന്റെ യഥാർത്ഥ കാരണം CPM ഇനിയും പരസ്യമായി പറഞ്ഞിട്ടുമില്ല. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെയാണ് നേരത്തെ തന്നെ ഇടതു പാർട്ടികൾ എതിർക്കുന്ന PM ശ്രീയിൽ ഒപ്പിട്ടത്. BJPയുമായുള്ള ഒത്തുതീർപ്പ് ആരോപണം നേരിടുന്ന CPM-ന് സ്വന്തം അണികളെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതും വെല്ലുവിളിയായി, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ. CPIയുടെ സമ്മർദ്ദത്തിനപ്പുറം ഇപ്പോഴുണ്ടായ തർക്കത്തിലും വിവാദത്തിലും അല്പം സമയമെടുത്ത് വ്യക്തത വരുത്താൻ കൂടിയുള്ള അവസരമായാണ് CPM ഈ പിന്നോട്ട് പോക്കിനെ കാണുന്നത്. പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ ഇപ്പം ഞാൻ ഒഴിവാക്കുകയാണ്. ഇതിനൊന്നും എൻ്റെ കയ്യിൽ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ പറയുന്ന കേൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞാനിപ്പോൾ വിശദീകരണം നൽകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വിശദീകരണം ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പം ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. അതാണ്. പൊതുപ്രവർത്തകർക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. ചിലരെങ്കിലും പറഞ്ഞത് തെറ്റിപ്പോയി, അതല്ലെങ്കിൽ എടുത്ത നടപടി തെറ്റിയെന്ന് തുറന്നു പറയാറുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇതുവരെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ 9.5 വർഷത്തിനിടെ സർക്കാർ ചെയ്ത ചില കാര്യങ്ങളെങ്കിലും തെറ്റിയിട്ടുണ്ട്. അതൊന്നും പക്ഷെ തെറ്റിപ്പോയി എന്ന് അദ്ദേഹം പറയില്ല. അത് മുഖ്യമന്ത്രിയുടെ രീതിയാണ്. ഇന്നിപ്പോൾ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാർ എടുത്ത നടപടിയിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട്. സ്വന്തം മുന്നണിയിലെ 2ാമത്തെ വലിയ കക്ഷിയായ CPIയുടെ കടുത്ത നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ വഴങ്ങിയാണ് അത് ചെയ്യേണ്ടി വന്നത്. PM ശ്രീ പദ്ധതി വേണമോ വേണ്ടയോ എന്നതിനപ്പുറം ആരെയും അറിയിക്കാതെ മന്ത്രിസഭയിലെ ബാക്കിയുള്ളവരെ ഇരുട്ടിൽ നിർത്തി ചെയ്ത കാര്യമാണ് CPM-ന് തിരിച്ചടിയായത്. ഇത് പാർട്ടിക്ക് മാത്രമല്ല മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള തിരുത്തും തിരിച്ചടിയുമാണ്. പക്ഷേ അക്കാര്യം തുറന്നു സമ്മതിക്കൽ പിണറായി വിജയനിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. CPI സമീപകാലത്ത് പതിവില്ലാത്ത രീതിയിൽ ആക്രമണോത്സുകമായ നിലപാട് എടുത്ത സംഭവമാണ് PM ശ്രീ പദ്ധതി നടത്തിപ്പിലെ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായത്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ബിനോയ് വിശ്വം CPI നേതൃയോഗത്തിന് ശേഷം സർക്കാരിനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരു മന്ത്രിയുടെ വാക്കുകളെ, മന്ത്രിമാർ നിയന്ത്രിക്കുന്ന ബാക്കിയുള്ള നിലപാടുകളെ, ആ മന്ത്രിമാരാണ് വീക്ഷണങ്ങളെ, ആശയങ്ങളെ എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്ന എന്ത് ഉത്തരവാദിത്തമാണ്. ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ എന്താണ് അതിൻ്റെ സത്യം ചോദിച്ചു. ഒരു മന്ത്രിക്കുള്ള അവകാശമാണ്. എന്താ സത്യം, എന്താണ് എന്താ സംഭവിക്കുന്നത്? ഒരാൾ ഉത്തരം പറഞ്ഞില്ല. അതെന്ത് ഗവൺമെന്റാണ്? 2009 CPIയുടെ പൊന്നാനി ലോക്സഭാ സീറ്റിൽ CPIയുമായി കൂടിയാലോചിക്കാതെ ഇടത് പൊതു സ്വതന്ത്രനെ CPM കണ്ടെത്തിയത് അന്ന് തർക്കമായി. അന്ന് സെക്രട്ടറി ആയിരുന്ന വെളിയം ഭാർഗവൻ ഇതേ രീതിയിൽ CPM-നെ ചോദ്യം ചെയ്തിരുന്നു. എന്ത് മുന്നണി? ഒരു മുന്നണിയുമില്ല എന്നായിരുന്നു വെളിയം തുറന്നടിച്ചത്. പക്ഷെ ഒടുവിൽ CPM-ന് വഴങ്ങേണ്ടി വന്നു CPIക്ക്. എന്നാൽ PM ശ്രീയുടെ കാര്യത്തിൽ ബിനോയ് വിശ്വം ജയൻ കില്ലറായി. കാനത്തിന് ശേഷം ബിനോയ് വിശ്വം സെക്രട്ടറിയായപ്പോൾ സംശയത്തോടെ കണ്ടവർ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം നേതൃത്വം നൽകുന്ന CPI CPM-നെ ഇക്കാര്യത്തിൽ വരച്ച വരയിൽ നിർത്തിയത്. ഇതൊക്കെ പറയുമ്പോഴും തർക്കത്തിലെ സമവായ ഫോർമുലയിൽ CPIക്ക് യഥാർത്ഥത്തിൽ സന്തോഷിക്കാനും വിജയം അവകാശപ്പെടാനും എന്തെങ്കിലുമുണ്ടോ? PM ശ്രീ പദ്ധതിയുടെ നടപ്പാക്കൽ തൽക്കാലം നിർത്തിവെക്കാനാണല്ലോ തീരുമാനം. ഇത് താൽക്കാലിക മരവിപ്പിക്കലും
പെട്ടെന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ സമയം നീട്ടിയെടുക്കലും മാത്രമല്ലേ? CPI ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ നടപടിയിലൂടെ പരിഹരിക്കപ്പെടുമോ? കേന്ദ്രവുമായി ഒപ്പിട്ട കരാറിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇരു കക്ഷികൾക്കും സമ്മതമാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് കരാറിൽ നിന്ന് പിൻവാങ്ങൽ സാധ്യമാകുകയുള്ളൂ എന്ന്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം കളയാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് കരാറിൽ ഒപ്പിട്ടത്. പണം വേണ്ടെന്ന് വെച്ച് CPIയെ തൃപ്തിപ്പെടുത്തി കരാറിൽ നിന്ന് കേരളം ഏകപക്ഷീയമായി പിന്മാറുമോ? അതോ ഇപ്പോഴത്തെ ബഹളം കെട്ടടങ്ങുമ്പോൾ കേരളത്തിന് വരുത്താൻ കഴിയുന്ന മാറ്റങ്ങളോടെ പദ്ധതി നടപ്പാക്കുമോ? അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ പിന്നോട്ട് പോക്കും പരിശോധനാ സമിതിയുമൊക്കെ വെറും കണ്ണിൽ പൊടിയിടലല്ലേ? ഇതിനിടയിൽ പെട്ടുപോയത് പാവം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. സ്വന്തം പാർട്ടിയെയും പാർട്ടിയുടെ നയത്തെയും വിശ്വസിച്ച് ദേശീയ വിദ്യാഭ്യാസ നയപരിപാടിയെയും PM ശ്രീയെയും ശക്തിയുക്തം ആദ്യം തന്നെ എതിർത്തു. അത് ഇവിടെ നടപ്പാക്കില്ലെന്ന് മന്ത്രി കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കേരള ഗവൺമെന്റിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും നയം വ്യക്തമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവയ്ക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നയം വ്യക്തമാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞാൽ NEP-യിൽ ഒപ്പുവയ്ക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഇതിനിടയിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കാൻ പുതിയ അടവ് നയം പാർട്ടി സ്വീകരിച്ചത് വി ശിവൻകുട്ടി അറിഞ്ഞില്ല. കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിടാൻ പാർട്ടി നിർദ്ദേശിച്ചു. ആരും അറിയാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഡൽഹിക്ക് പറപ്പിച്ച് ഒപ്പിടിയിച്ചു. മന്ത്രി നിലപാട് മാറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ വി ശിവൻകുട്ടി ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. ഒരു NEP-യുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഈ NEP-യിൽ എന്താണ് കുഴപ്പം? ഒന്ന് പറഞ്ഞേ. NEP-യിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. ഈ തുറന്നു പറച്ചിലും വി ശിവൻകുട്ടിയെ രക്ഷിച്ചില്ല. CPI ഉടക്ക് വെച്ച് മുന്നണിയിൽ പ്രശ്നമായി. പദ്ധതി തൽക്കാലം നടപ്പാക്കേണ്ടെന്ന് ഒടുവിൽ തീരുമാനിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നടപ്പാക്കാം എന്ന് ആലോചിക്കാനുള്ള സമിതിയുടെ തലവനെന്ന ചുമതല കിട്ടിയെന്ന് മാത്രം വി ശിവൻകുട്ടിക്ക് ആശ്വസിക്കാം. ഫലത്തിൽ ശിവൻകുട്ടി അഭിപ്രായം മാറ്റിയത് വെറുതെയായി.